ഹായ് സ്റ്റുഡൻസ്, നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച ലീനിയർ ഇനീക്വാളിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചാപ്റ്ററാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് അഥവാ LPP. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് നിങ്ങൾക്ക് ലീനിയർ ഇനീക്വേഷൻസ് എന്നറിയാം അല്ലെ? ലീനിയർ ഇനീക്വേഷൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, നോട്ട് ഈക്വൽ ടു, ഈ സിമ്പിൾസ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷനെ സോൾവ് ചെയ്യണം. ഒറ്റ ഇക്വേഷനെ സോൾവ് ചെയ്യാം ഗ്രാഫിക്കലി. അതുപോലെ വൺ ഓർ മോർ ഇക്വേഷൻസ്, ടു ഓർ മോർ ഇക്വേഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫിക്കലി സോൾവ് ചെയ്യാം. ഇങ്ങനെ ഗ്രാഫിക്കലി സോൾവ് ചെയ്യുമ്പോൾ ഒരു ഫീസിബിൾ റീജിയൻ കിട്ടും. ആ ഫീസിബിൾ റീജിയൻ യൂസ് ചെയ്ത് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നതാണ് ഈ ചാപ്റ്ററുടെ ഇൻട്രൊഡക്ഷൻ. അതായത് ഡെയിലി ലൈഫിൽ നമ്മൾ ഈ പ്രോബ്ലംസ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയൂ? അതായത് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ വരുന്നത് എന്ന് നമുക്കൊരു റഫ് കാൽക്കുലേഷൻ ഈ പ്രോബ്ലംസ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന പ്രാക്ടിക്കൽ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എടുത്തിരിക്കുന്ന പ്രോബ്ലംസ് നിങ്ങൾ നോക്കൂ. നോട്ട്സ് എല്ലാം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതുന്നുണ്ട്. അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ പോയിന്റ് എന്താണ്? ഫീസിബിൾ റീജിയൻ എന്താണ്, കൺസ്ട്രെയിൻസ്, ഒബ്ജക്റ്റീവ് എന്താണ്, സബ്ജക്റ്റ് എന്താണ്, സൊല്യൂഷൻ എന്താണ്, ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും നോട്ടായിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയത് മനസ്സിലാക്കൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്റർ പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർമ്മിക്കേണ്ടത് +1 ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ ഉള്ളിൽ എന്താ? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ സൈനാണ്. ഇനീക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ലാത്ത സൈൻ, അതായത് നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇത്രയും സൈൻസ് കൊണ്ട് എഴുതുന്ന ഇക്വേഷനെ പറയുന്ന പേരാണ് ഇൻഇക്വേഷൻ. അപ്പോൾ ലീനിയർ ഇൻഇക്വേഷൻ എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ്റെ എക്സിൻ്റെ പവർ അല്ലെങ്കിൽ വൈയുടെ പവർ 1 ആയിട്ട് വരുന്ന ഇക്വേഷനാണ് ലീനിയർ ഇൻഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ആ ലീനിയർ ഇനീക്വാളിറ്റീസിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. എന്നിട്ട് നമ്മൾ അതിൽ നിന്നും മേക്ക് ഔട്ട് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആയിട്ടാണ്. അതിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി എടുക്കാനുണ്ട്. ആ എടുക്കേണ്ട കാര്യങ്ങളാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് എന്ന്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ പറയട്ടെ എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഞാനിവിടെ ഓരോ ലൈനായിട്ട് വയ്ക്കുന്നുണ്ട്. ഇൻ അവർ ഡെയിലി ലൈഫ് we come across with problems which seek to maximize profit or minimize cost. Such class of problems are called optimization problems. An optimization problem may involve finding maximum profit, minimum cost, etc. Optimization problems are known as linear programming problem. അപ്പോൾ എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് എന്ന് നമ്മൾ പറയുകയാണ്. എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്? നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട് അല്ലേ? അങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ബിസിനസ്, ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് കൊണ്ടുപോകണമെങ്കിൽ അത് മാക്സിമം പ്രോഫിറ്റാണോ മിനിമം പ്രോഫിറ്റാണോ അത് കിട്ടുന്നത് എന്നൊക്കെ നമുക്കറിയണമെങ്കിൽ ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം വെച്ച് വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ ഏകദേശം വരുന്ന കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത്തരം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡെയിലി ലൈഫിൽ ഇത്തരം പ്രോബ്ലംസ് യൂസ് ചെയ്യുന്നത്. സച്ച് ക്ലാസ് ഓഫ് പ്രോബ്ലംസ് ആർ കോൾഡ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ്. അത്തരം പ്രോബ്ലംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ആൻഡ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം മേ ഇൻവോൾവ് ഫൈൻഡിങ് മാക്സിമം പ്രോഫിറ്റ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും അത് മാക്സിമം പ്രോഫിറ്റ് അല്ലെങ്കിൽ മിനിമം പ്രോഫിറ്റ്, ഒന്നുകിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം ആയിരിക്കും എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് ഇതിലൂടെ നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഓക്കെ, ഇനി ഡിസിഷൻ വേരിയബിൾസ്. ഇതപ്പോൾ നോട്ടാണ്, നിങ്ങളിത് നോട്ട് ചെയ്തെടുക്കുക. അതാ ഞാനത് അങ്ങനെ തന്നെ കൊണ്ടുവന്നത്. ഇനി ഡിസിഷൻ വേരിയബിൾസ്. ദ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ആർ കോൾഡ് ഡിസിഷൻ വേരിയബിൾസ്. അപ്പോൾ നമുക്ക് എക്സും വൈയുമാണ് അതിനെ ഡിസിഷൻ വേരിയബിൾസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് അസ്യൂം ചെയ്യണമെങ്കിൽ നമ്മളപ്പോൾ ലെറ്റ് എക്സ് ബി എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ വൈ ബി എന്ന് എടുക്കും.
അപ്പോൾ നമുക്ക് കമ്പാരിസൺ എടുക്കുന്ന വേരിയബിളിനെയാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് പേര് പറയുന്നത്, ഡിസിഷൻ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോട്ട് ചെയ്തെടുക്കേണ്ടതാണ്, എന്താണ് ഡിസിഷൻ വേരിയബിൾസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് കൺസ്ട്രെയിൻസ്. ദ ലീനിയർ ഇൻഇക്വാളിറ്റീസ് ഓർ ഇക്വേഷൻസ് ഓർ റെസ്ട്രിക്ഷൻസ് on the variables of a linear programming problems are called constraints. അപ്പോൾ എന്താണ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയുകയാണ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, അപ്പോൾ ഇതൊരു കൺസ്ട്രെയിൻ ആണ് അല്ലേ. അല്ലെങ്കിൽ 2x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, ഇതൊരു കൺസ്ട്രെയിൻ ആണ്. അപ്പോൾ ലീനിയർ ഇൻഇക്വാളിറ്റീസ് ഉണ്ടോ, ലീനിയർ ഇൻഇക്വാളിറ്റീസ് അല്ലെങ്കിൽ ഇക്വേഷൻസ്. അപ്പോൾ അവിടെ തരുന്ന നമുക്ക് ഇക്വേഷൻസ്, ചിലപ്പോൾ ഇക്വേഷൻസ് തരാം, ഇക്വേഷൻസ് ഓർ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന എന്താണോ അതിനെയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കൺസ്ട്രെയിൻസ് എന്ന് മനസ്സിലായി, ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് പോയിന്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. എന്താണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ? ലീനിയർ ഫംഗ്ഷൻ z ഈക്വൽ ടു ax പ്ലസ് by where a and b are constant which has to be maximized or minimized is called a linear objective function. ഓക്കെ, ഇപ്പം ഇതിനാണ് നമുക്ക് എന്ത് പറയുന്നത്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. മറ്റേതിന് സബ്ജക്റ്റീവ് എന്നും കൂടി ഉണ്ട്. കൺസ്ട്രെയിൻസിൻ്റെ മറ്റൊരു പേരാണ് സബ്ജക്റ്റ് എന്നും കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇതിനാണ് ഒബ്ജക്റ്റ്. അതായത് ഇതാണ് ഡിസൈഡ് ചെയ്യണത്. ഈ ഇസഡിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ വരുന്നത് എന്ന് ഡിസൈഡ് ചെയ്യാണ് അല്ലേ. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നതാണ് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് മെയിൻ ഒരു ഫംഗ്ഷനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. അപ്പോൾ ഇതിനെ എന്ത് പേര് പറയാം, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന പേര് പറയാം. ഓക്കെ, ഇനി അടുത്തത് സൊല്യൂഷൻ എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് ദ ഡിസിഷൻ വേരിയബിൾ സാറ്റിസ്ഫൈങ് ദ കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ സെറ്റ് ഓഫ് വാല്യൂസിന് പറയുന്ന പേരാണ് സൊല്യൂഷൻസ്. നമുക്കറിയാം എന്താ സൊല്യൂഷൻസ്. ഇപ്പോൾ 2x പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്താണ്, 2x ദാറ്റ് ഈസ് ഈക്വൽ ടു 3, x ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2. ഈ 3/2 നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 × 3/2 പ്ലസ് 3. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോയി 3 + 3 6 വരും. കാരണം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതേപോലെ ലീനിയർ ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, സൊല്യൂഷൻ. എന്തായാലും സൊല്യൂഷൻ എല്ലാം എന്താണ്, കിട്ടുന്ന റിസൾട്ടിനെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. സാറ്റിസ്ഫൈ ചെയ്യുന്ന റിസൾട്ടിനെ സൊല്യൂഷൻ എന്ന് പറയാം. ഇനി അപ്പോൾ ലാസ്റ്റ് പോയിൻ്റാണ് നമുക്ക് എന്താണ് ഫീസിബിൾ സൊല്യൂഷൻ. എന്താണ് ഫീസിബിൾ സൊല്യൂഷൻ? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് ദ ഡിസിഷൻ വേരിയബിൾസ് സാറ്റിസ്ഫൈയിങ് ദ കൺസ്ട്രെയിൻസ് ആൻഡ് നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ്. ഫീസിബിൾ റീജിയൻ അല്ലെങ്കിൽ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം ലീനിയർ ഇൻഇക്വാളിറ്റീസിൻ്റെ ഗ്രാഫ് വരച്ചതാണ്. അപ്പോൾ ഒരു ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ ഇതാ ഇങ്ങനെ വരയ്ക്കും അല്ലേ. അപ്പോൾ ഒന്ന് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇതിനെല്ലാം കൂടി വരുന്നതാ ഇങ്ങനൊരു സൊല്യൂഷൻ സെറ്റ് വരിക. അതാ ഇങ്ങനെ വരുന്ന ഈ സൊല്യൂഷൻ സെറ്റിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്, ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫീസിബിൾ റീജിയനിൽ നമ്മൾ ഏതൊക്കെ കണ്ടോ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം ഇതിലേക്ക് കൊടുത്താൽ ഇവിടെ വരുന്നതിനെയാണ് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വരുന്നതാണ് ഫീസിബിൾ സൊല്യൂഷനായിട്ട് വരുന്നത്. ഇത് ഫീസിബിൾ റീജിയൻ ആണ്. അപ്പോൾ ഫീസിബിൾ സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് ദ ഡിസിഷൻ വേരിയബിൾസ് സാറ്റിസ്ഫൈയിങ് ദ കൺസ്ട്രെയിൻസ് ആൻഡ് നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ്. അപ്പോൾ നമുക്ക് ഡിസിഷൻ വേരിയബിൾസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് നമുക്ക് ഒരു ഇക്വേഷൻ എഴുതി, ഇപ്പോൾ നേരത്തെ ചെയ്തു x + y ≤ 4 എന്നെഴുതി. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷന് പറയുന്ന പേരാണ് ഫീസിബിൾ സൊല്യൂഷൻ. ഓക്കെ, അതായത് ഫീസിബിൾ റീജിയനിൻ്റെ ഉള്ളിലുള്ള സൊല്യൂഷന് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എടുത്ത് ഓർമ്മിക്കേണ്ട പോയിന്റ് എന്താണ്, ഡിസിഷൻ വേരിയബിൾസ്. ഫസ്റ്റ് പോയിന്റാണ് നമുക്ക് ഡിസിഷൻ വേരിയബിൾസ്. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ, എക്സും വൈയും വരുന്നതിനെയാണ് ഡിസിഷൻ വേരിയബിൾസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഓർമ്മിക്കേണ്ടത് കൺസ്ട്രെയിൻസ്. അപ്പോൾ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്തത് എന്താണ്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഈ കൺസ്ട്രെയിൻസിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, അതായത് സബ്ജക്റ്റ് എന്ന് പറയും. സബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നും കൂടി നമുക്ക് പേര് പറയാം. മറ്റേത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z = ഇപ്പോൾ നമുക്ക് ax + by ഈ ഫോമിൽ വരുന്നതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അറിയേണ്ടത് സൊല്യൂഷൻ എന്താണ്. സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു സെറ്റ് ഓഫ് വാല്യൂസ്
ആ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന വാല്യൂസിനാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഫീസിബിൾ റീജിയൻ. അപ്പോൾ ഫീസിബിൾ റീജിയൻ എന്താണ്? നമുക്ക് ഇതെല്ലാം കൂടി കിട്ടുന്ന ജോയിൻ ചെയ്ത് കിട്ടുന്ന ഒരു റീജിയൻ ഉണ്ടല്ലോ, ആ റീജിയനാണ് ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫീസിബിൾ സൊല്യൂഷനോ അവിടെയുള്ള ആ സൊല്യൂഷൻ പോയിന്റുകളെയാണ് ഫീസിബിൾ സൊല്യൂഷൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം പ്രോബ്ലംസിനെ എന്താണ് നമ്മൾ പറയുന്നത്? ഇത്തരം പ്രോബ്ലംസിനെ ജനറലായിട്ട് പറയുന്നത് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് എന്നാണ്. ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് എന്നാണ് നമ്മൾ ഇതിനെ ജനറലായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ ഇതുവരെ നമ്മൾ എടുത്ത പോയിന്റ്സുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. Minimize z equal to negative 3x plus 4y subject to x plus 2y less than or equal to 8, 3x plus 2y less than or equal to 12, x greater than or equal to 0, y greater than or equal to 0. Mark its feasible region. Find the corner points of the feasible region. Find the corner point. Third Mari. Find the corner at which z attain its minimum. ഓക്കെ, ക്വസ്റ്റ്യനിൽ നിന്ന് ഞാൻ മെയിൻ പോയിന്റുകൾ ഇവിടെ എഴുതി. ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ ഒബ്ജക്റ്റ്. ഇതെല്ലാം നമ്മുടെ കൺസ്ട്രെയിൻസ് ആണ്. അപ്പോൾ ഇനി അവർ ചോദിച്ചിരിക്കുന്നത് ആദ്യം മാർക്ക് ഇറ്റ്സ് ഫീസിബിൾ റീജിയൻ. അപ്പോൾ മാർക്ക് ചെയ്യാൻ ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം എനിക്ക് വേണ്ടത് എന്താണ്? ഇക്വേഷൻസ്. അതായത് എക്സ് പ്ലസ് 2y ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എക്സ് എടുത്തു, വൈ എടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? 0 ഇവിടെ കൊടുത്തു, മാർക്ക് ചെയ്യാണ്. 0 ഇവിടെ കൊടുത്തു. അപ്പോൾ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് y ഇവിടെ 4 കിട്ടും. yക്ക് 0 കൊടുത്താൽ ഇവിടെ 8 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് റഫായിട്ടായിരിക്കും ചെയ്യുന്നത്, നിങ്ങളത് നന്നായിട്ട് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അല്ലേ, ഞാൻ ഏകദേശമാണ് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരുന്നത് കേട്ടോ. ഓക്കെ, ഇതാ ഇതെടുത്തു, എക്സ് ആക്സിസും വൈ ആക്സിസും എടുത്തു. അപ്പോൾ നമുക്ക് 0യും 4ഉം വേണം ആദ്യം മാർക്ക് ചെയ്യണം. അപ്പോൾ 0, എക്സിൽ 0, വൈയിൽ 4 എന്ന് പറഞ്ഞാൽ 1 2 3 4 ഞാൻ ദാ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്തു. ഇതിൽ 8 ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ 8 എന്ന് പറഞ്ഞാൽ ദാ ഇവിടെ തന്നെയാണ് 8. ഞാൻ ഇതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഇതാണ് 8. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നോക്കൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയ കാരണം ഈ ഗ്രാഫിനെ എനിക്ക് ഇങ്ങനെ ഡാർക്കൻ ചെയ്ത് വരയ്ക്കാം. ഇങ്ങനെ ഡാർക്കൻ ചെയ്യാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കേണ്ടത് ഇങ്ങനെ ഡോട്ട് ഇട്ടുകൊണ്ടായിരിക്കണതാ, ഇങ്ങനെ ഡോട്ട് ഇട്ടുകൊണ്ടായിരിക്കണം നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇത് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8 എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫാണ്. ഇനി ഇവിടെ നോക്കൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു ലൈൻ ഈ കാർട്ടീഷ്യൻ പ്ലെയിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു ഭാഗം ഇവിടേക്കും ഒരു ഭാഗം ഇവിടേക്കും. ഇതിൽ ഏതാണ് ഫീസിബിൾ റീജിയൻ? അപ്പം ഞാൻ എന്ത് ചെയ്തു? ഈസി ആയിട്ടുള്ള ഇവിടെ 0 0, ഒറിജിൻ ഇവിടെ 0 0 0 0 എടുത്തിട്ട് ഞാൻ ഇവിടെ കൊടുത്തു നോക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 0 കൊടുത്തു. അപ്പോൾ ഈ 0 ഇവിടെയും 0 കൊടുത്തു. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 കറക്റ്റാണ്. ദാറ്റ് മീൻസ് എനിക്ക് ഈ ഭാഗം, ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അപ്പോൾ ഈ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫീസിബിൾ സൊല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടേക്ക് ഇതിനെ പതുക്കെ ഡാർക്കൻ ചെയ്യാണ്. അതായത് എന്തെങ്കിലും ഷെയ്ഡ് കൊടുക്കുക. ഇപ്പം ഞാൻ ഇതുകൊണ്ട് തന്നെ ഷെയ്ഡ് കൊടുക്കുകയാണ്. ഓക്കെ, ഷെയ്ഡ് കൊടുത്തു. ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് 3x പ്ലസ് 2y ദാറ്റ് ഈസ് ഈക്വൽ ടു 12. ഈക്വൽ ടു എന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് എക്സ്, ഇത് വൈ. ഇവിടെ എക്സിന് 0 കൊടുത്തു. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ y ദാറ്റ് ഈസ് ഈക്വൽ ടു വരുന്നത് നോക്കൂ എത്രയാണ്? 12/2 ദാറ്റ് മീൻസ് 6. ഇനി വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കി 12/3 ദാറ്റ് മീൻസ് 4 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ എനിക്കിവിടുന്ന് ഇത് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് മാർക്ക് ചെയ്യണം. ഇത് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് എക്സ് 0 y 6. ഓക്കെ, ഈ പോയിന്റ് നേരത്തെ എന്തായിരുന്നു? 0 4 ആണ് അല്ലേ? ഞാൻ എന്താ ഇതുകൊണ്ട് തന്നെ എഴുതുകയാണ്. 0 4 ആണ് ഈ പോയിന്റ്. ഈ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 0 ആണ്.
ഇനി ഞാൻ അടുത്ത പോയിന്റ് മാർക്ക് ചെയ്യുകയാണ്. അടുത്ത പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0,6 ആണ്. 0,6 ആവുമ്പോൾ 0,6 ഇവിടെയാണ് വരുന്നത് 0,6. ഓക്കെ, ഇത് 0,6 ആണ്. ഇനി 40, അപ്പോൾ ഇതാ ഇവിടെയാണ് 40 എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ വരും. ഏകദേശമാണ്, ഞാനത് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടല്ല ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് 40 നേരെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ ഡോട്ടഡ് ലൈനിൻ്റെ ആവശ്യമില്ല, ലെസ് ദാൻ മാത്രമാണെങ്കിൽ ഡോട്ടഡ് ലൈൻ വേണം. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ ലൈൻ ഈ പ്ലെയിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. മറ്റേ ഓറഞ്ചിനെ കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യണ്ട. അപ്പോൾ ഇനി ഈ ഭാഗമാണോ അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ, അതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഈ ഭാഗത്ത് നിന്ന് ഈ 0 എടുക്കാം. ആ 0 ഇവിടെ കൊടുത്തു. അപ്പോൾ ഇവിടെ കൊടുത്താൽ 0 പ്ലസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ദാറ്റ് മീൻസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അതായത് നമുക്ക് എന്താ വരുന്നത്, നമുക്ക് ഈ ഭാഗത്തേക്കുള്ളതാണ് ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. അതായത് ഫീസിബിൾ റീജിയൻ ആയിട്ട് വരുന്നത്. ഇപ്പം ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് ഫീസിബിൾ റീജിയൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫീസിബിൾ റീജിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇത്രയും ഭാഗം കണ്ടോ, ക്രോസ് ഇട്ടിരിക്കുന്ന ഇത്രയും ഭാഗമാണ്. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എക്സ് പോസിറ്റീവാണ്, കാരണം ഇത് എക്സ് ആണ്. ഇതെങ്കിൽ പോസിറ്റീവ് പാർട്ട് എന്ന് വെച്ചാൽ ഇതാണ് ഫസ്റ്റ്. വൈയും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതാണ് വൈ പോസിറ്റീവ്. അപ്പോൾ എല്ലാം കൂടി വരുന്ന ഈ റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ പോയിൻറ്റ് ഇത് 4ആണ് ഇവിടെ വരുന്നത് ഫീസിബിളായിട്ട് വരുന്ന റീജിയൻ. ഓക്കെ, അപ്പോൾ അതിനെ ഞാൻ ഇപ്പോൾ ഒന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റാണ് ഗ്രാഫിലൊക്കെയാണ് വരയ്ക്കുന്നതെങ്കിൽ ഇനി നമ്മളിത് കണ്ടുപിടിക്കേണ്ട. അതിന് കറക്റ്റ് എന്ത് ചെയ്താൽ മതി, താഴോട്ട് മാർക്ക് ചെയ്ത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ എടുത്താൽ ആ കോർണർ പോയിൻറ്റ്സ് നമുക്കിവിടെ കിട്ടും അല്ലേ. അവിടെ ആക്യുറേറ്റ് അല്ല ഞാൻ എടുത്തിരിക്കുന്നത്, അത് കാരണം ഞാൻ റഫായിട്ട് മാർക്ക് ചെയ്താൽ ഈ പോയിൻറ്റ്സ് അവിടെ എടുക്കണമെങ്കിൽ ഞാനൊരു ഈസി മെത്തേഡ് തന്നെ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് പോയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം 0,4, സെക്കൻഡ് പോയിൻറ്റ് 0,0, തേർഡ് പോയിൻറ്റ് 40. ഇനി ഫോർത്ത് പോയിൻറ്റ് ഇതാണ്. ഫോർത്ത് പോയിൻറ്റ് എന്ന് വെച്ചാൽ ഈ 2 ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് 3x + 2y = 12 x + 2y = 8. ഇങ്ങനെ 2 ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 4x സബ്ട്രാക്ട് ചെയ്താൽ 2x ആയി. അപ്പോൾ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ 4 ആണ്. അപ്പോൾ x = 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 ആണ്. ഏകദേശം നമ്മൾ നോക്കിയപ്പോൾ കണ്ട 2 തന്നെയാണ് ഇവിടെ വന്നത്, ഏകദേശം 2 തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ഇനി അങ്ങനെയാണെങ്കിൽ y എത്ര വരും ഉണ്ടോ ഈ പോയിൻറ്റ്. അപ്പോൾ ഈ 2 എടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. അപ്പോൾ 2 + 2y = 8. അപ്പോൾ 2y = നമുക്ക് എന്ത് വന്നു 6y = 3. ഓക്കെ, അപ്പോൾ y അവിടെ 3. അപ്പോൾ 2, 3 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പോയിൻറ്റ്. അപ്പോൾ ഞാൻ ആ പോയിൻറ്റ് കണ്ടു. അപ്പോൾ ഇനി നമുക്ക് എല്ലാ പോയിൻറ്റ്സും കിട്ടി. എല്ലാ പോയിൻറ്റ്സും കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് മാക്സിമം ആണോ മിനിമം ആണോ, ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്തു. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടേതായ ഈ പോയിൻറ്റുകളാണ് ഫീസിബിൾ റീജിയനായിട്ട് നമ്മൾ കണ്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ കോർണർ പോയിൻറ്റ്സ് ഫൈൻഡ് ചെയ്യുക. ഞാനത് ആ കോർണർ പോയിൻറ്റ്സും ഫൈൻഡ് ചെയ്തു. ഇനി നമുക്ക് മിനിമം ഏതാണെന്ന് നോക്കണം. മിനിമം ഏതാണെന്ന് നോക്കണമെങ്കിൽ ഈ ഓരോ പോയിൻറ്റ്സും നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം. ഏത് ഇക്വേഷനിൽ, അപ്പോൾ അതിന് z = -3x + 4y എന്നെടുത്തു. ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ഓരോ പോയിൻറ്റ്സും, അതായത് ഫസ്റ്റ് പോയിൻ്റ് എന്താ 0,4. അപ്പോൾ 0,4 ആണെന്നുണ്ടെങ്കിൽ ഈ 0,4 അല്ലെങ്കിൽ ഒരു ബോക്സ് ആക്കി ചിലർ ചെയ്യും. അപ്പോൾ അങ്ങനെ എളുപ്പമാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ ഇത് കണ്ടു. ഇപ്പോൾ 4 × 4 16. അപ്പോൾ എനിക്ക് z 16 കിട്ടി. ഇനി 0, 0 കൊടുത്താലോ, അപ്പോൾ z = 0. അപ്പോൾ 0, 0 കൊടുത്താൽ, ഇനി 4, 0 കൊടുത്താലോ, 4, 0 കൊടുത്താൽ ഇവിടെ 4 വരും. ശരിയല്ലേ. z = -12 വരണം പ്ലസ് 0 വരെ 0. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -12. അപ്പോൾ 1, 2, 3 വാല്യൂസ് കിട്ടി. ഇനി 2, 3. അപ്പോൾ ഇവിടെ 2ഉം 3ഉം ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ z = -3 × 2 പ്ലസ് 4 × 3, അതായത് -6 + 12, അതായത് 6 നമുക്ക് കിട്ടി.
അപ്പോൾ ഓരോന്നിനും ഇതിന് കിട്ടിയിരിക്കുന്നത് 16. അപ്പോൾ മാക്സിമം ചോദിച്ചാൽ 16 ആണ്. മിനിമം ഇപ്പോൾ 0 ആണോ? അല്ല, അവിടെ -12 കിട്ടിയിട്ടുണ്ട്. -12 ഉണ്ട്, 6 ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ മിനിമം പോയിൻ്റാണ് ചോദിച്ചിരിക്കുന്നത്, അത് -12 ആണ്. അത് ഏത് പോയിന്റിലാണ് വരുന്നത്? 40 എന്ന് പറയുന്ന പോയിന്റിലാണ് മിനിമം ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ മാട്രിക് മോഡൽ. 6 മാർക്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് തേർഡ് ക്വസ്റ്റ്യൻ. എ ബേക്കറി ഓണർ മേക്സ് 2 types of cakes A and B. 3 machines are needed for this purpose. The time in minutesലാണ് required for making each type of cake in each machine is given below. Type of cakes A എന്ന് പറയുന്ന കേക്ക്, ടൈപ്പ് ഓഫ് കേക്ക്സ് A, B. മെഷീൻ 1, 2, 3 ഇതാണ് മെഷീൻ 1, 2, 3. അപ്പോൾ അതിൽ ഇവിടെ 12 ആണ്. മെഷീൻ 1ൽ A എന്ന് പറയുന്ന കേക്ക് 12, ഇവിടെ 6, ഇത് 18, 0, 6, 9 തന്നിരിക്കുന്നത്. ഈച്ച് മെഷീൻ ഈസ് അവൈലബിൾ ഫോർ അറ്റ് മോസ്റ്റ് 6 hours per day. Assume that all cakes will be sold out every day. The bakery owner wants to make maximum profit per day by making rupees 7.5 from type A and rupees 5 from type B. First question, write the objective functions using suitable variables. Write the constraints. Find the maximum profit graphically. Okay, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന നെസസറി ഡാറ്റാസ് എല്ലാം ഞാനിപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തുണ്ടാക്കണം? ഒബ്ജക്റ്റ് ഉണ്ടാക്കണം, അല്ലെ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഇസഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു, അതിന് വേണ്ടി ഡേറ്റ എന്താണെന്ന് നോക്കി. പ്രോഫിറ്റ് പെർ ഡേ മേക്കിംഗ് 7.5 ഫ്രം ടൈപ്പ് എ ആൻഡ് 5 ഫ്രം ടൈപ്പ് ബി. ഓക്കെ, അപ്പോൾ അവിടുന്ന് 7.5 ഫ്രം ടൈപ്പ് എയും 5 ഫ്രം ടൈപ്പ് ബിയും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് കൺസ്ട്രെയിൻസ് ആണ്. ഓരോ കൺസ്ട്രെയിൻസുമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഇവിടെ നിന്ന് എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് എ ബേക്കറി ഓണർ മേക്സ് 2 types of cake A and B. 3 machines are needed for this purpose. 3 machines ഇതിന് ഈ പർപ്പസിന് യൂസ് ചെയ്യുന്നു. ദ ടൈം എല്ലാം മിനിറ്റ്സിലാണ് തന്നിരിക്കുന്നത്. റിക്വയർഡ് ഫോർ മേക്കിംഗ് ഈച്ച് ടൈപ്പ് ഓഫ് കേക്ക് ഇൻ ഈച്ച് മെഷീൻ ഈസ് ബിലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് 12. അപ്പോൾ ഇതിന് ഞാൻ ഇതിൻ്റെ ഉള്ളിലെല്ലാം എക്സും ഇതിലെല്ലാം വൈ എന്നും കൊടുത്താൽ നമുക്ക് 12x + 6y. ഇവിടെ പറയുന്നത് അറ്റ്മോസ്റ്റ് നമുക്ക് എത്ര അവേഴ്സ് എന്നാണ് പറയുന്നത്? 6 hours per day. ഒരു ഡേയിൽ 6 hours-ആണ്. അപ്പോൾ 1 hour എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാം മിനിറ്റിൽ ചെയ്യാൻ, അല്ലേ? 60 മിനിറ്റാണ്. അപ്പോൾ എനിക്ക് 60 × 60 360 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ <= 360. മാക്സിമം ഇതാണ് പറ്റുക, അല്ലേ? ഈ 360 ആണ്. അത് വിട്ടിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ഇതേ വർക്ക് ചെയ്ത് നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഓരോന്നും നമുക്ക് ഇത് തന്നെ ചെയ്യാം. 18x + 0y <= 360. അതുപോലെ നെക്സ്റ്റ് എന്താ വരിക? 6x + 9y കണ്ടോ? 9y <= 360. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ കൺസ്ട്രെയിൻസും കിട്ടി. പിന്നെ നമുക്ക് എഴുതണമെങ്കിൽ എക്സും വൈയും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ x > 0, y > 0. അപ്പോൾ എല്ലാ കൺസ്ട്രെയിൻസും നമ്മൾ എടുത്തു. അപ്പോൾ ഇനി ഓരോന്നിനും ഇക്വേഷൻസ് ആക്കുക. ഓരോന്നും ഇപ്പോൾ 12x + 6y = 360 നമുക്കെടുത്തു. അപ്പോൾ ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എക്സ് വൈ നമുക്കിവിടെ x 0 y 0. x 0 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ y, അപ്പോൾ ഇവിടെ 60 വരും. ഇനി y 0 ആണെന്നുണ്ടെങ്കിൽ 12 കൊണ്ട് ചെയ്താൽ 30 വരും. അപ്പോൾ അതേപോലെ ഓരോ ലൈനും കൂടെ 18x = 360 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 360 എന്ന് വെച്ചാൽ x = 20. അപ്പോൾ x 20യുടെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക? എക്സും വൈയും വരയ്ക്കുക. എക്സിന് എന്ത് വാല്യൂ കൊടുത്താലും ഇവിടെ 20 വരിക, ഇവിടെ 20 വരിക, ഇവിടെ 20. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവായിട്ടും 0 1 2 എന്തെടുത്തോ, അല്ലെങ്കിൽ -2 എന്തെടുത്തു കഴിഞ്ഞാലും ഇത് +2 എന്തെടുത്താലും ഇവിടെ 20 വരിക. അപ്പോൾ നമുക്ക് അതേപോലെ ഗ്രാഫ് വരയ്ക്കാം, അല്ലേ? x = 20 എന്ന് വെച്ചാൽ y ആക്സിസിന് പാരലലായിട്ട് വരുന്ന ഒരു ഗ്രാഫായിരിക്കും. ഇങ്ങനെ 20യിലൂടെ ഇങ്ങനെ വരുന്നൊരു ഗ്രാഫായിരിക്കും.
അപ്പോൾ അതുപോലെ ഇതിൻ്റെയും ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഒരു ഫീസിബിൾ റീജിയൻ കിട്ടും. ആ റീജിയനാണ് കോർണർ പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ ഇതേപോലെ ബോക്സിലാക്കിയിട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് മിനിമം ആണോ മാക്സിമം ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ 2 ക്വസ്റ്റ്യനാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരെണ്ണം ഞാൻ നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ ഗ്രാഫെല്ലാം വരച്ച് മാക്സിമം ആണോ മിനിമം ആണോ എന്നെല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് തോന്നുന്നു. മെഷേഴ്സ് ഒന്നും ശരിക്കും ആക്യുറേറ്റ് ആയിരിക്കില്ല. നമ്മൾ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. നിങ്ങൾ നന്നായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഞാൻ എന്താ ചെയ്തേക്കുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കൺസ്ട്രെയിൻസ്, അതായത് ലീനിയർ ഇനീക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് സിമ്പിളായിട്ട് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അത് കാരണം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ ഗ്രാഫ് വരച്ചിട്ടില്ല. നിങ്ങൾക്കത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ആയിട്ട് ഇട്ടാൽ മതി, ഞാനത് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.